എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും വില കുറഞ്ഞ 6GB RAM ഡിവൈസാണ് പോക്കോ M2. അപ്പോൾ നമുക്ക് പോക്കോ M2ൻ്റെ ഗെയിമിംഗ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 11,000 രൂപ ബഡ്ജറ്റിലാണ് പോക്കോ M2 ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള 6GB RAM ഡിവൈസാണ് പോക്കോ M2. നമുക്ക് അതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഗെയിമിംഗ് ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിവൈസിൽ. അപ്പോൾ ഒരുവിധം ഗെയിമിംഗ് ഡിവൈസിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഡിവൈസിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗെയിമിംഗ് പെർഫോമൻസ്, ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി എന്ന ഗെയിമായിരിക്കും. അതിനുശേഷം പെസ്, അതുപോലെ തന്നെ ആസ്ഫോൾട്ട് മാൻ, ഫ്രീ ഫയർ എന്ന ഗെയിമുകളും നമ്മൾ പോക്കോ M2ൽ കളിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോക്കോ M2ൻ്റെ ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 75%, ടെമ്പറേച്ചർ 32 ഡിഗ്രി. പോക്കോ M2 11,000 രൂപ ബഡ്ജറ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് പോക്കോ M2ൻ്റെ ബേസ് വേരിയൻറ്റ് 6GB RAM 64GB ഇൻറ്റേർണലുള്ള വേരിയൻ്റാണ് 11,000 രൂപയ്ക്ക് ലഭിക്കുന്നത്. ഇൻറ്റേർണൽ 128GB വേണമെന്നുണ്ടെങ്കിൽ 12,500 രൂപയാണ് വരുന്നത്. നമുക്ക് 6GB RAM ഉള്ളൊരു ഡിവൈസിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് പോക്കോ M2. മറ്റ് ഒരു ബ്രാൻഡുകളും 6GB RAM ഉള്ളൊരു ഡിവൈസ് നിലവിൽ ഇത്രയും കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ഇറക്കിയിട്ടില്ല. MediaTek Helio G80 പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 5000 mAh ലിത്തിയം പോളിമർ ബാറ്ററിയും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് പോക്കോ M2ൽ വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ഗെയിമിങ്ങിനൊക്കെ നല്ലൊരു ഡിസ്പ്ലേ സൈസ് തന്നെയാണ് ഈ ഒരു 6.53 ഇഞ്ച് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പോക്കോ ബ്രാൻഡുകളിൽ ഇറങ്ങുന്ന മോഡലുകളൊക്കെ മോശമാവാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അത്തരമൊരു റിസൾട്ട് തന്നെയാണ് നമ്മൾ പോക്കോ M2ൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി പോക്കോ M2ൽ വളരെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ലാഗൊന്നും നമുക്ക് ഗെയിം കളിക്കാനിടയിൽ ഫീൽ ചെയ്യുന്നില്ല. ഓൾറെഡി 6GB RAM ഉള്ളൊരു ഡിവൈസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് തന്നെയാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു റിസൾട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ നമുക്ക് പോക്കോ M2ൽ ലഭിക്കുന്നത്. The airdrop is coming. Using first aid kit now. നമ്മൾ ഏകദേശം ഒരു 25 മിനിറ്റ് സമയം ഗെയിം കളിച്ചു. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 66%. ഏകദേശം 9% ചാർജാണ് നമ്മൾ 28 മിനിറ്റ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഡിവൈസ് കൺസ്യൂം ചെയ്യുന്നത്. ഇത് ഡിവൈസ് ഈ സമയത്ത് നോർമൽ ഗെയിമിംഗ് ഡിവൈസുകളൊക്കെ ഹീറ്റ് ആവുന്ന ഒരു ലെവൽ, അതായത് 42 ഡിഗ്രി വരെ ഹീറ്റ് ആവുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അതിവിടെയും നമുക്കൊരു 41-42 ഡിഗ്രി തന്നെ ഡിവൈസ് ഹീറ്റ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് ആസ്ഫോൾട്ട് മാൻ എന്നൊരു റേസിംഗ് ഗെയിമാണ്.
Threshold 9 വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് Poco M2 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യാതൊരുവിധ ഇഷ്യൂവും നമുക്ക് ഗെയിം കളിക്കുന്നതിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഫ്രെയിം ഡ്രോപ്സും ലാഗുകളൊന്നും നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ Poco M2 നമുക്ക് അനുഭവപ്പെടുന്നില്ല. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോടുകൂടി തന്നെയാണ് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നത് Poco M2. PES ആണെങ്കിലും നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ Poco M2 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഗെയിം കളിക്കുന്നതിനിടയിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു 11,000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഡിവൈസിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവസാനമായിട്ട് കളിച്ചു നോക്കാൻ പോകുന്നത് ഫ്രീ ഫയർ എന്ന ഗെയിമാണ്. ഫ്രീ ഫയർ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ Poco M2 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ Poco M2ൻ്റെ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ ഒരു 11,000 രൂപ ബഡ്ജറ്റിൽ നല്ലൊരു ഗെയിമിംഗ് ഡിവൈസാണ് Poco M2. വളരെ കംഫോർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 11,000 രൂപ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് Poco M2. 6GB റാമും നമുക്ക് ലഭിക്കുന്നുണ്ട്. MediaTekൻ്റെ Helio G80 ചിപ്സെറ്റ് ഒട്ടും മോശമല്ലാത്തൊരു ചിപ്സെറ്റാണ്. അതോടൊപ്പം തന്നെ ARM Mali G52 ഗ്രാഫിക്സ് പ്രോസസ്സറിൻ്റെ പെർഫോമൻസും കൂടി വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് Poco M2 ലഭിക്കുന്നത്. നമ്മൾ വീണ്ടും ഒരു 25 മിനിറ്റ് സമയം ഗെയിം കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 58% ആണ്. അപ്പോൾ ഏകദേശം ഒരു 8% ചാർജാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആണ്. പൊതുവെ ഗെയിമിംഗ് ഡിവൈസുകളിൽ നമ്മൾ കുറച്ചും കൂടി ഹീറ്റിംഗ് കാണാറുണ്ട്. ഇവിടെ ഒരു മോഡറേറ്റ് ഹീറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ലെവൽ ഹീറ്റിംഗ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് Poco M2ൻ്റെ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. Poco M2ൻ്റെ അൺബോക്സിംഗ് റിവ്യൂ, ക്യാമറ റിവ്യൂ, മറ്റു റിവ്യൂകളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ